US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുകയുണ്ടായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി എനിക്ക് എല്ലായ്പ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു. അയാൾക്ക് ഭ്രാന്തായിരിക്കുന്നു. ഒരുപാട് ആളുകളെ അനാവശ്യമായി കൊല്ലുകയാണ്. സൈനികരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. യാതൊരു കാരണവുമില്ലാതെ യുക്രൈനിലെ നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുകയാണ് അദ്ദേഹം. പിന്നീട് നിങ്ങൾ തീക്കളിയാണ് കളിക്കുന്നതെന്നും ട്രംപ് പുടിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകൾ സ്തംഭിച്ചതിലുള്ള ട്രംപിന്റെ നിരാശ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. പുടിനുമായുള്ള തന്റെ സൗഹൃദവും റഷ്യക്ക് നൽകുന്ന ഇളവുകളും യുക്രൈനുള്ള പിന്തുണ ഉപേക്ഷിക്കുന്നതും യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കരുതി. എന്നാൽ ലോകം എത്രത്തോളം സങ്കീർണവും ദുർഘടവുമാണെന്ന് ട്രംപ് മനസ്സിലാക്കുകയാണെന്ന്. പുടിൻ ഭ്രാന്തനല്ല, മറിച്ച് കുടില മനസ്സുള്ള കണക്കുകൂട്ടലുകളുള്ള തന്ത്രശാലിയായ ഒരാളാണെന്ന് ട്രംപിന് ഉടൻ തന്നെ അംഗീകരിക്കേണ്ടി വരും. നിലവിൽ റഷ്യ യുദ്ധത്തിൽ വിജയിക്കുകയാണ്. യുക്രൈനും യൂറോപ്യൻ യൂണിയനും തന്നെ തടയാൻ കഴിയില്ലെന്നും US ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പുടിൻ അറിയാം. ഈ അവസരത്തിൽ യുദ്ധം നിർത്തേണ്ട ആവശ്യമുണ്ടെന്നും അദ്ദേഹം കരുതുന്നില്ല. കഴിയുന്നത്ര യുക്രൈനിയൻ പ്രദേശം പിടിച്ചെടുക്കാനും തനിക്ക് സൗകര്യപ്പെടുമ്പോൾ മാത്രം ഇത് നിർത്തി ചർച്ചകൾ ആരംഭിക്കാനും അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. യുക്രൈനിലെ അന്തമില്ലാതെ തുടരുന്ന വിനാശത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരിൽ ഭൂരിപക്ഷവും പുടിന്റെ ഭ്രാന്തിന്റെ അളവിനേക്കാൾ ട്രംപിന്റെ ലോക വിവരത്തിന്റെ അളവാണ് കാണുന്നത്. തന്റെ വ്യക്തിത്വ പ്രഭാവത്തിനൊപ്പം നയതന്ത്ര സമ്മർദ്ദവും US-ഉമായുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങളെ ആയുധമാക്കുന്നതും കൂടിച്ചേരുമ്പോൾ ലോകത്തിലെ പ്രധാന തർക്കങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയുമെന്നും ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് തെറ്റിയിരിക്കുന്നു. രാജ്യങ്ങൾ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും വ്യക്തിത്വങ്ങളോ സമ്മർദ്ദങ്ങളോ അക്കാര്യത്തിൽ സ്വാധീനമാകാറില്ലെന്നുമാണ് ആധുനിക ലോക ചരിത്രം തെളിയിക്കുന്നത്. US-നെ പോലുള്ള വലിയൊരു സാമ്പത്തിക ശക്തിയുമായുള്ള വ്യാപാരവും സാമ്പത്തികമായ ഇടപാടും എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ യുദ്ധം ചെയ്യുന്നതിൽ നിന്നോ ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചും തങ്ങളുടെ താല്പര്യങ്ങൾ ആക്രമണാത്മകമായി പിന്തുടരുന്നതിൽ നിന്നോ അവരെ തടയാനുള്ള പ്രാപ്തി ഇതിനില്ല. യുക്രൈനിലെ യുദ്ധം പോലെ ഗാസയിലെ യുദ്ധവും ഇസ്രയേൽ ഇഷ്ടാനുസരണം തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള US-ന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ലോകരാജ്യങ്ങളുടെയും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അതുപോലെ തന്നെ കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്നുള്ള ട്രംപിന്റെ വാഗ്ദാനം ഇന്ത്യ തള്ളിക്കളഞ്ഞു. പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ US-ന്റെ ഇടപെടൽ ഒരു സാഹചര്യത്തിലും അനുവദിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. US-ഉമായുള്ള ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുകയും അത് ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പാക് ബന്ധത്തിലേക്ക് ഒരു മൂന്നാം കക്ഷിയെ സ്വാഗതം ചെയ്യാൻ തയ്യാറല്ല. മാത്രമല്ല, ഏതെങ്കിലും വിഷയത്തിൽ ചർച്ചകൾ ആവശ്യമെങ്കിൽ അത് ഭീകരവാദത്തെക്കുറിച്ചും പാകിസ്ഥാൻ അധിനിവേശ കശ്മീർ തിരികെ ലഭിക്കുന്നതിനെ കുറിച്ചും മാത്രമായിരിക്കും. ഏതൊരു ഭീകരവാദ പ്രവർത്തനത്തെയും ഇന്ത്യ യുദ്ധമായി കണക്കാക്കുകയും പ്രകോപനം ഉണ്ടാകുമ്പോഴെല്ലാം പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുകയും ചെയ്യും. ഈ അടുത്ത കാലത്തുണ്ടായ വെടിനിർത്തലിന്റെ കാര്യത്തിൽ എന്ന പോലെ ഇരു രാജ്യങ്ങളെയും സ്വന്തമായി പരിഹാരങ്ങൾ കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് US-ന് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം. ട്രംപ് ഇന്ന് ലോകമെമ്പാടും സമാധാനം കൊണ്ടുവരാൻ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ശ്രമങ്ങൾക്കിടയിലും ലോകം സംഘർഷങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും വേദിയായി തുടരുന്നുണ്ട്. ഇത് ഇങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ലോകത്തിലെ അസ്ഥിരതയും അരക്ഷിതാവസ്ഥയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്ക്രിയത്വവും മറ്റു രാജ്യങ്ങൾക്ക് പുതിയ ആക്രമണങ്ങൾക്ക് ധൈര്യം നൽകാം എന്നതാണ് ഭയപ്പെടുത്തുന്ന കാര്യം. ഉദാഹരണത്തിന് ചൈനയിലെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചേക്കാം. അമേരിക്കയുടെ ശക്തിയും അല്ലെങ്കിൽ സ്വാധീനവും കുറഞ്ഞു വരികയാണെങ്കിലും ലോകത്തിലെ എല്ലാ സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ അതിന് കഴിയില്ലെന്നുമുള്ള യാഥാർത്ഥ്യം ട്രംപ് അംഗീകരിക്കേണ്ടതുണ്ട്. തന്റെ വ്യക്തിപരമായ ഇടപെടൽ ലോകത്തിലെ പ്രശ്നങ്ങളെ മാന്ത്രികമായി പരിഹരിക്കുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കുന്നതിന് പകരം മുൻ ഭരണകൂടങ്ങൾ പിന്തുടർന്നിരുന്ന സമ്മാനവും ശിക്ഷാ നയത്തിലേക്ക് അദ്ദേഹം മടങ്ങേണ്ടിയും വരും. ഉദാഹരണത്തിന് ജോ ബൈഡൻ റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും വെടിനിർത്തൽ അംഗീകരിക്കാൻ ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. സമാധാനത്തിനു വേണ്ടിയുള്ള ട്രംപിന്റെ കഠിനമായ ശ്രമം അഭിനന്ദനാർഹമാണ്. എന്നാൽ
അത് ആക്രമണത്തിനും യുദ്ധത്തിനും മുതിരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. ശരിക്കും തെറ്റ് വേർതിരിച്ചറിയാനും അക്രമത്തിന്റെ ഇരകളോടൊപ്പം നിൽക്കാനും അക്രമികളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനും അറിയുന്ന ഒരു രാജ്യമാകണം US. ഇത് റഷ്യ ഉക്രൈൻ സാഹചര്യത്തിലും ഗാസയ്ക്കും മാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഭിന്നതകൾക്കും ബാധകമാണ്.